ഹേ ഗായ്സ്, വെൽക്കം ടു ജി ജെ വേഴ്സ്. ദിസ് ഇസ് മീ ജി ജെ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ആട് 3 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിജയ ചിത്രത്തിൻ്റെ റിവ്യൂ ആയിട്ടാണ്. യെസ്, ആട് 3 ഇറങ്ങിയിട്ട് ഇപ്പോൾ ഒരു ദിവസം കഴിഞ്ഞിരിക്കുന്നു. ഞാൻ കുറച്ച് ലേറ്റായി സിനിമ കാണാൻ, വർക്കിൻ്റെ തിരക്കുകളൊക്കെ കാരണം. ബട്ട് സ്റ്റിൽ ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഇതിൻ്റെ കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ എന്തായാലും നമുക്ക് ആടെന്ന് പറയുന്ന സിനിമ ഇറങ്ങിയ സമയത്ത് ഞാനത് തിയേറ്ററിൽ വാച്ച് ചെയ്യാൻ കഴിയാതിരുന്ന ഒരാളാണ്. അപ്പോൾ അത് പിന്നീട് ടി വിയിലും അല്ലാതെ മൊബൈലിലും ഒക്കെ ആയിട്ട് കണ്ടപ്പോൾ എനിക്ക് അതിലെ സീനുകളൊക്കെ ഇഷ്ടപ്പെട്ടു. ആട് 2 വന്നപ്പോൾ ഞാൻ ഫാമിലിയായിട്ട് തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഭയങ്കര ആഘോഷമായിട്ടുള്ളൊരു സിനിമയായിരുന്നു. അതിനകത്തുള്ള ആ ഷാജി പാപ്പൻ്റെ എനർജിയും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ആട് 3 വരുമ്പോഴത്തേക്ക് അവർ ഫുള്ളി ആ ഒരു ജോൺറ തന്നെ ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് ആട് 3 വരുമ്പോൾ നമ്മളൊരു പുതിയൊരു കൺസെപ്റ്റായിട്ടുള്ള ഒരു ടൈം ട്രാവൽ ചെയ്യാനുള്ള ഒരു എക്യുപ്മെൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ, പ്രസൻറ്റ്, എല്ലാ കാലഘട്ടത്തിലെയും ഓരോ സംഭവങ്ങളും, എല്ലാ കാലഘട്ടത്തിലും ഇവരുടെ ഒരു ഓൾട്ടർനേറ്റീവ് എന്താ പറയുക, ഒരു പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ആ ഒരു പേഴ്സൻ്റെ ഒരു ആള് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എല്ലാ ടൈം ലൈനിലും. അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു കൺസെപ്റ്റാണ് ഇവർ കൊണ്ടുവന്നിരിക്കുന്നത്. സാധാരണ എല്ലാ പടങ്ങളിലും മീൻസ് ആട് 3 എല്ലാ സിനിമകളിലെയും പോലെ തന്നെ തുടക്കത്തിൽ ഷാജി പാപ്പനും ടീമും കാണിച്ചു കൂട്ടുന്ന മണ്ടത്തരങ്ങളും പരിപാടികളും എല്ലാം ഉണ്ട്. അതിന് പുറമെ ഫ്യൂച്ചറിൽ ഒരു ടീം വെയിറ്റ് ചെയ്യുകയാണ്, ഇപ്പോൾ പ്രസൻറ്റിൽ എന്ത് നടക്കും അതനുസരിച്ച് നമുക്ക് കുറേ പരിപാടികളുണ്ടെന്നുള്ള രീതിയിൽ. അപ്പോൾ ഫ്യൂച്ചറിലുള്ള ആ ഒരു പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാൻ പാസ്റ്റിൽ എന്തെങ്കിലുമൊക്കെ ചില കാര്യങ്ങൾ നടന്നാലേ ഇനി അത് സോൾവ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സാധനം കിട്ടണം. അപ്പം ഈ ഓരോ സിനിമയിലും ഓരോ സാധനമാണ്. ഇപ്പം മറ്റേ ആദ്യത്തേൽ നീലക്കൊടുവേലി, രണ്ടാമത്തേൽ കമ്മട്ടം, ഇതിലാണെങ്കിൽ അത്തരത്തിലൊരു സാധനം. അതെന്താണെന്ന് ഞാൻ പറയുന്നില്ല, അതെവിടെയാണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പോൾ ആ ഒരു സാധനം കിട്ടാനായിട്ടുള്ള തത്രപ്പാടുകളും മറ്റുമൊക്കെയാണ് കാണിക്കുന്നത്. പാസ്റ്റിലുള്ള രാജാവായിട്ട് ജയസൂര്യ വന്നിട്ടുണ്ട്, പ്രസൻറ്റിലുള്ള ഷാജി പാപ്പനായിട്ട് ജയസൂര്യ വന്നിട്ടുണ്ട്. അപ്പോൾ ജയസൂര്യയുടെ പെർഫോമൻസിനെ കുറിച്ച് ആദ്യം പറയാം. ജയസൂര്യ ഇപ്പോൾ കഴിഞ്ഞ 2 ആട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനർജി ലോ ആണ്. കാരണം എന്ന് വെച്ചാൽ ഇതിനകത്ത് ജയസൂര്യക്കാൾ ഉപരി, അതായത് ഈ ഒരു ജയസൂര്യ എന്നുള്ള ആക്ടർ ഷാജി പാപ്പനെ പ്ലേ ചെയ്യുന്നതിനേക്കാൾ ഉപരി സ്ക്രീനിൽ ടൈം വന്നിരിക്കുന്നത് മറ്റേ ക്യാരക്ടറിനാണ്, അതായത് പത്മനാഭൻ എന്ന് പറഞ്ഞിട്ടുള്ള രാജാവിനാണ്. അപ്പോൾ ആ രാജാവിൻ്റെ ക്യാരക്ടറിൻ്റെ ഒരു കൈൻഡ് ഓഫ് ആക്ടിങ് എന്ന് പറഞ്ഞാൽ എന്താ ഇത് ഇങ്ങനെയാണോ ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലെ സംസാരം, മനസ്സിലായല്ലോ. അപ്പോൾ ആ ഒരു അപ്രോച്ചാണ് കൂടുതലായിട്ടും ജയസൂര്യനകത്ത് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഷാജി പാപ്പനിലേക്ക് വരുമ്പോൾ ഇപ്പം മറ്റേലാണെങ്കിൽ അരുതരുതായിരുന്നടാ മോനെ എന്ന് പറഞ്ഞിട്ട് ആട് 2 ഉള്ള ആ ഒരു എനർജി ഉണ്ട്. ഷാജി പാപ്പനെയും പിള്ളേരെയും കൂടെ തുടരുതെന്നുള്ളൊരു ആ എനർജി ഇവിടെ മിസ് ചെയ്യുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ജയസൂര്യ ബാക്കി മാനറിസംസും കാര്യങ്ങളും എല്ലാം പിടിച്ചു പോകാനായിട്ട് നന്നായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ട്. സോ ജയസൂര്യ അങ്ങനെയാണ് 2 തരത്തിലുള്ള ക്യാരക്ടേഴ്സ്, അതായത് ഷാജി പാപ്പനും പഴയ പാസ്റ്റിലുള്ള പത്മനാഭനും, അപ്പോൾ 2 ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ആ ഒരു വൈരുദ്ധ്യങ്ങൾ നന്നായിട്ട് അഭിനയിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ വരികയാണെങ്കിൽ വിനായകനാണ്. വിനായകൻ ഇതിൻ്റെ അകത്ത് പഴയ പോലെ തന്നെ എന്താ പറയുക, ചപ്പാത്തി മാവ് കിട്ട പേസി എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതുപോലെ ഇതിനകത്തേക്ക് വരുമ്പോഴത്തേക്ക് എന്താ കഴുതയെ കൊണ്ട് എണ്ണ ആട്ടിയെടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. അപ്പോൾ അതിൽ ആ കഴുതയായിട്ടുള്ള സൗഹൃദം അങ്ങനെയൊക്കെ കാണിച്ച് കഴുത ജീവിതം, ആട് ജീവിതം പോലെ കഴുത ജീവിതം അങ്ങനെ. സോ മിഥുൻ മാനുവൽ തോമസിൻ്റെ റൈറ്റിങ്ങിലോട്ടും ഡയറക്ഷനിലോട്ടും വരികയാണെങ്കിൽ നല്ല രീതിയിലുള്ള റൈറ്റിംഗ് ഇതിനകത്ത് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. കാരണം ഒരു ജോണർ ഷിഫ്റ്റാണ്. അപ്പം എങ്ങനെ ആളുകൾക്ക് അത് ദഹിക്കുന്നൊന്നും അദ്ദേഹം മേ ബി ഒരുപാട് ആലോചിച്ചിട്ടൊക്കെ ആയിരിക്കും അത് എഴുതിയിരിക്കുന്നത്. എനിവേസ് അത് വളരെ വിശ്വസനീയമായി എഴുതി പിടിപ്പിക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. പിന്നെ ഇത്തരം ഒരു സിനിമയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കിനെ കുറിച്ച് ചിന്തിക്കേണ്ട, ഇതിലെന്തും എഴുതാം. ഫയിൽ പറഞ്ഞ പോലെ എന്തും എഴുതി പിടിപ്പിക്കുക ഇതിനകത്ത്. അത്തരത്തിൽ എന്തും എഴുതി പിടിപ്പിച്ചിട്ടുണ്ട്. വായി തോന്നുന്ന അതായത് ലോകത്ത് നടക്കാത്ത പരിപാടികൾ, അങ്ങനെ ഇങ്ങനെ പോലീസുകാരുടെ മണ്ടത്തരം ഇതെല്ലാം ഉണ്ട്. പക്ഷെ അതെല്ലാം നമുക്ക് തിയേറ്ററിൽ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം. ബുദ്ധിജീവികൾക്ക്, സോ കോൾഡ് സിനിമ എന്തൂസിയാസ്റ്റുകൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ സാധാരണ പ്രേക്ഷകന്, എന്നെ പോലെയൊക്കെ സിനിമ പോയി കണ്ട് ആസ്വദിച്ച് ചിരിച്ച് കളിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകന് ഉറപ്പായിട്ടും കണക്റ്റ് ആവുന്ന സീനുകളാണ് ആട് 3 അതിനകത്ത് ഈ അക്ഷരത്തെറ്റ് വെച്ചുള്ള കോമഡീസ് ഒരുപാട് എഴുതിയിട്ടുണ്ട്. നമുക്ക് റെപ്പറ്റേറ്റീവായിട്ടൊന്നും തോന്നത്തില്ല. ഭയങ്കര രസമായിട്ട് അത് ഫില്ല് ചെയ്ത് ഇങ്ങനെ പോകുന്നുണ്ട്. ഈവൻ ഫുക്രുവിന് ഇതിനകത്തൊരു ചെറിയൊരു കഥാപാത്രമുണ്ട്. അപ്പോൾ ഫുക്രു പോലും മീൻസ് അദ്ദേഹം സിനിമയിൽ അത്രയും നന്നായി പെർഫോം ചെയ്ത് കണ്ടിട്ടില്ല. അപ്പോൾ അദ്ദേഹം പോലും ഇതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിനുള്ള പോർഷൻസ്. പിന്നീട് ബാക്കി ക്യാരക്ടേഴ്സ്, അതിൻ്റെ കൂടെയുള്ള ധർമ്മജനാണെങ്കിൽ ധർമ്മജൻ്റെ ഇതിലെ കോമഡീസ് 2-3 ഒഴിച്ച് ബാക്കി എല്ലാം വർക്കൗട്ടായി. ഡൊണാൾഡ് ട്രംപിനെ കാണാൻ പോകുന്ന അങ്ങനെ കുറേ പരിപാടികളുണ്ട്. നമ്മൾ ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരുപാട് പരിപാടികൾ ഈ സിനിമയ്ക്ക് അത് വന്നു പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മെയിൻ പ്ലോട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് ആ ഒരു നാടുമായിട്ട് കണക്ട് ചെയ്ത് പാസ്റ്റും പ്രസൻറ്റും ഫ്യൂച്ചറുമായിട്ട് ചിന്തിക്കാനുള്ള ഒരു തോട്ട് ഉണ്ടല്ലോ, അത് ഭയങ്കരമായിരുന്നു. അത് ഇനിയുള്ള ഒരു സിനിമയിലേക്കുള്ള കാത്തിരിപ്പിന് വേണ്ടി ലാസ്റ്റ് വെച്ചിരുന്ന സീനും കൊള്ളാം. 300 സിനിമയിലെ സീനുമായിട്ടൊക്കെ ഒരു റിസംബ്ലൻസ് വരുന്ന സീനാണ്. ബട്ട് സ്റ്റിൽ അത് നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സ് എത്തുമ്പോഴത്തേക്ക് നമുക്ക് കിട്ടുന്നൊരു ഹൈ ഉണ്ട്, നല്ല കോമഡി. എനിക്കതാണ് മനസ്സിലായത്, ഇത്രയും ഒരു ജോൺ ഷിഫ്റ്റ് ചെയ്തിട്ട് പോലും ആ കോമഡി അങ്ങനെ കീപ്പ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ട്. തുടക്കം മുതൽ ഒടുക്കം വരെ നമുക്ക് ചിരിയാണ്. ചിരി വന്നിരിക്കും. എത്ര സീരിയസ് പേഴ്സൺ ആണെങ്കിലും ഒരു സീനിലെങ്കിലും അറിയാതെ ചിരിച്ച് പോയിരിക്കും. അത്രയ്ക്ക് തമാശയുണ്ട്.
അപ്പോൾ അത്രയും നല്ല റൈറ്റിംഗ് ആണ്, നല്ല ഡയറക്ഷനാണ്. പിന്നെ വിജയ് ബാബുവിനെ പോലെ ഇത്രയും ഒരു വിശ്വാസത്തോടെ നമുക്ക് സമീപിക്കാൻ പറ്റുന്നൊരു എന്താ പറയുക ഒരു കോൺഫിഡൻറ്റ് പ്രൊഡ്യൂസറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രൊഡക്ഷനും ഇതിനകത്ത് മറ്റേ നമ്മുടെ സർബത്ത് ഷമീറായിട്ടുള്ള അഭിനയവും ഇത് രണ്ടും ബ്രില്യൻ്റ് ആണ്. കാരണം ഇതിനകത്ത് ഒരു തരത്തിലും ഒരു സൈഡിലും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. VFX ആവട്ടെ, എന്താ പറയുക സെറ്റ് വർക്ക്സ് ആവട്ടെ, ആളുകളുടെ കോസ്റ്റ്യൂംസ് ആവട്ടെ, ലൊക്കേഷൻസ് ആവട്ടെ, എല്ലാം ഒന്നിനൊന്ന് മികച്ചതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ BGM വർക്ക്സ് ഇതിനകത്ത്, പിന്നെ കോസ്റ്റ്യൂം ഡിപ്പാർട്ട്മെൻറ്റ് ഇപ്പോൾ ഷാജി പാപ്പനാണെങ്കിൽ ഓരോ സിനിമയിൽ ഓരോ രീതിയിൽ വരുമല്ലോ, അതുപോലെ ഇത്തരത്തിൽ ഈ ഒരു പടത്തിൽ ഫ്രണ്ടിലൊരു ഡിസൈൻ, ബാക്കിലൊരു ഡിസൈൻ, മുണ്ട്, അതിൻ്റെ ബ്ലെൻഡ്, അങ്ങനത്തെ രീതിയിലുള്ള ഡ്രസ്സിങ് ഒക്കെയാണ് നന്നായിട്ടുണ്ടായിരുന്നു. പാസ്റ്റിലെ രാജാവിനെ കുറച്ചുകൂടി രാജകീയമാക്കാമെന്ന് എനിക്ക് തോന്നി. പാസ്റ്റിലെ രാജാവിനെ കണ്ടു കഴിഞ്ഞാൽ ഒരു ഫ്രീക്കറ്റ് രാജാവായതുപോലെ ഉണ്ടായിരുന്നു. ബട്ട് എനിവേസ് അത് അവിടെ അങ്ങനെ നിൽക്കട്ടെ. പിന്നെ ഇതിലേക്ക് വരികയാണെങ്കിൽ ഇന്ദ്രൻസിൻ്റെ പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഒരു ആക്ടറിനെ പോലും നമുക്ക് മോശമായി പോയി എന്ന് തോന്നാത്ത വിധത്തിൽ നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്ത് വെച്ച ഒരു ബ്രില്യൻറ്റ് പ്ലാനാണ് ഈ സിനിമ. ഇതിൻ്റെ സെക്കൻഡ് പാർട്ടിന് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും ഈ ഒരു പാർട്ട് 3 ഒരു പാർട്ട് കൊണ്ടങ്ങ് തീരുകയാണ്. അല്ല, പാർട്ട് 3യുടെ പാർട്ട് 1 ആണിത്. ഇനി ഒരു പാർട്ട് കൂടെ ഉണ്ട്, അതോടെ ആട് തീരുമെന്നാണ് പറയുന്നത്. സോ ആ ഒരു ആടിലേക്ക് ഇനി എത്താനായിട്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ ക്ലൈമാക്സ്. അത്തരത്തിലൊരു എൻഡിങ്ങിലാണ് ഇത് കൊണ്ടെത്തിച്ചിരിക്കുന്നത്. പിന്നെ ഇതിനകത്തൊരു മദാമയായിട്ട്, അതൊരു ഫോറിൻ ആക്ട്രസ് വരുന്നുണ്ട്. അവരും നല്ല പെർഫോമൻസ് ആയിരുന്നു. മൊത്തത്തിൽ ഇതിനകത്ത് വന്നു പോയിട്ടുള്ള ആരുടെയും പെർഫോമൻസ് മോശമല്ല, ഇതിൻ്റെ കഥ മോശമല്ല. പക്ഷേ എന്നാലും പലയിടത്തുനിന്നും ഭയങ്കര ഹേറ്റ് കണ്ടു. അപ്പോൾ അത്തരത്തിലൊരു ഹേറ്റ് ഈ സിനിമ ഡിസർവ് ചെയ്യുന്നില്ല. ശരിക്കും ഇതൊരു ഭയങ്കര മൈൻഡിന് റിലാക്സേഷൻ കിട്ടുന്ന, ചിരിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു സിനിമയാണ്. അത്തരം ഒരു സിനിമ നമ്മൾ എപ്പോഴും അങ്ങനെ തിയേറ്ററിൽ വരാറില്ല. ഔട്ട് ആൻഡ് ഔട്ട് കോമഡി ആയിട്ട് അല്ലെങ്കിൽ ലോജിക് ഒക്കെ മാറ്റി വെച്ച് നമുക്ക് എൻജോയ് ചെയ്ത് ചിരിച്ച് കളിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമ വരുന്നത് വളരെ കുറവാണ്. അപ്പോൾ അത്തരം ഒരു സിനിമയാണ് നമ്മുടെ ആട്. സോ ഇത് തിയേറ്ററിൽ നിങ്ങൾ മിസ് ചെയ്യരുതെന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ ആഴ്ച ഇപ്പോൾ ദുരന്തർ 2 ആണെങ്കിലും ആടാണെങ്കിലും രണ്ട് ജോണറാണ്. രണ്ടും തിയേറ്ററിൽ പോയി കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്നതാണ്. ഹിന്ദി കാണാൻ ഇഷ്ടമുള്ളവർ അത് കാണൂ, മലയാളം കോമഡി സിനിമ കാണാൻ ഇഷ്ടമുള്ളവർ ഇത് കാണും. കാരണം ഇത് ഭയങ്കര രസമാണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ടൊക്കെ ഇപ്പം നോമ്പൊക്കെ അല്ലേ, എല്ലാവരും നോമ്പ് തുറയൊക്കെ കഴിഞ്ഞ് സന്തോഷമായിട്ട് എൻജോയ് ചെയ്ത് റംസാൻ അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് നമ്മുടെ ഒരു ആട് 3. സോ ഇത് തിയേറ്ററിൽ നിങ്ങൾ ആരും മിസ് ചെയ്യരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഷാജി പാപ്പനെയും കൂട്ടുകാരെയും ഇനിയും നമുക്കൊരു സിനിമയിൽ കൂടെ കാണാം. സോ അതിനു മുമ്പ് ഈ ഒരു സാധനം കണ്ടാൽ മാത്രമേ ആ ഒരു പടം കാണാൻ പറ്റൂ. സോ നമ്മൾ ഇതൊരു ആ ഒരു ഫില്ലർ അല്ലെങ്കിൽ ആ ഒരു മിഡിൽ പാർട്ടായിട്ടുള്ള ഈ ഒരു സിനിമ കാണുക. ഇതിനകത്തുള്ള കോമഡീസ് എല്ലാം എൻജോയ് ചെയ്യുക. നിങ്ങൾ ഈ സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. GJ വേഴ്സ് എന്ന് പറഞ്ഞ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു പ്രസൻറ്റേഷനും കാര്യങ്ങളൊക്കെ മാറ്റണോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുത്തണോ എന്നൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. അപ്പോൾ മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും ഇറ്റ്സ് മീ GJ സൈനിങ് ഓഫ്. ബൈ.